ഹായ് പറ. ഹായ് ഹായ് പറ. കേറും. വണ്ടി ഓക്കെ. ഹായ് പറ. ഹായ് ഗൈസ്. ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു പാറൂസ് ഫാമിലി. അപ്പം ഞങ്ങള് നാട്ടിലേക്ക് പോവാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും. കാരണം കുഞ്ഞാവയുടെ നൂലുകെട്ടിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. ഇത്രയും പേരുള്ളതുകൊണ്ട് ലഗേജ് കൂടുതലായതുകൊണ്ട് ബൈക്കിലൊരു വണ്ടിയും കൂടെ ഉണ്ട് ഞങ്ങളുടെ ലഗേജുമായിട്ട്. ഞങ്ങൾ ശ്രീകുട്ടനും ഞാനും അമ്മയും കുഞ്ഞുവാവയും ഞങ്ങൾ രണ്ടും ഇതിൽ കയറി നമ്മുടെ വണ്ടിയിൽ പോന്നു. പിന്നെന്താ അയ്യോ, ലഗേജ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അതപ്പളായി. അപ്പം അങ്ങനെ ഞങ്ങൾ നാളെ ഇന്ത്യയിലെത്തും. കുറേ ദിവസമായി പോകണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ വിസ കിട്ടി, എല്ലാം സെറ്റായി. ഇന്നാണ് കൊച്ചിൻ്റെ വിസ കയ്യിലേക്ക് കിട്ടിയത്. പിന്നെ എമിറേറ്റ്സ് ഐ ഡി, കൊച്ചിൻ്റെ എമിറേറ്റ്സ് ഐ ഡി ഇന്നാണ് കൈ കിട്ടിയത്. ഇന്ന് പോയി മേടിച്ച് പിന്നെ എല്ലാം പാക്ക് ചെയ്ത് ലഗേജ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര ടയർഡായിപ്പോയി. ഞാൻ ശ്രീകുട്ടനും കൂടെ ആയിരുന്നു. ശ്രീകുട്ടൻ്റെ പ്രോ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അമ്മ അവൾ, പിന്നെ നമ്മുടെ കുഞ്ഞാവ, അവളിങ്ങനെ ഞങ്ങൾ സത്യമായി ഭയങ്കര ത്രില്ലാണ്. കുറേ നാൾ കൂടിയിട്ടാണ് നാട്ടിലേക്ക് പോകണം. അതിനിടയ്ക്ക് ഞാനൊന്ന് പോയായിരുന്നു. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ റാസൽ ഗെയിമെന്നാണ് ഫ്ലൈറ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 2 ദിവസം കൂടെ നീട്ടിയാണ് എടുത്തത്. തിരിച്ചു വരുമ്പോൾ ഭയങ്കര റേറ്റാണെന്ന് പറയുന്നത്. വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വരുന്നതുകൊണ്ട് ഭയങ്കര റേറ്റ് ആയിരിക്കും. മേ ബി ചിലപ്പോൾ ഫ്ലൈറ്റ് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നിമിഷ നേരം കൊണ്ടാണല്ലോ ഫ്ലൈറ്റ് റേറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് ഫ്ലൈറ്റിന്റെ സമയം ഫ്ലൈറ്റ് നമുക്ക് എനിക്ക് തോന്നുന്നു 10:55 10:55 UAE ടൈം. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ, മോർണിംഗ് 4-4:15 ആകുമ്പോൾ നമ്മൾ ഇന്ത്യ കൊച്ചിയിലെത്തും. കൊച്ചി എയർപോർട്ടാണ്, അവിടെ ലാൻഡ് ചെയ്യും. ഇന്ത്യക്ക് വേണം ഫ്ലൈറ്റ്. നമ്മൾ പതുക്കെ ഇങ്ങനെ കണ്ട് പോവാം. അങ്ങനെ നമ്മൾ മസാഫി എത്തി. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കുക. ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് പോകാൻ ഓർത്തു. നൈറ്റ് ആയതുകൊണ്ട് ഹെവി ഫുഡ് കഴിക്കണ്ടല്ലോ, അതുകൊണ്ട്. അങ്ങനെ അമ്മയ്ക്ക് വെജിറ്റബിൾ സാൻഡ്വിച്ചും ഞങ്ങൾക്ക് ചിക്കനും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അവരോട് പോയി ഓർഡർ കൊടുക്കാൻ പോയത്. ഓർഡർ എടുത്തിട്ട് വരുന്നുണ്ട്. പുഴുങ്ങിയ മുട്ട എന്തിന്? ഇല്ല ആണെന്നോ. മറ്റേ മുട്ടാണോ? ഇപ്പൊ ഏത് മുട്ടാണ്? ഇപ്പൊ നിരാശ മുട്ടാണോ? നിതയുടെ മുട്ട. നിതയുടെ മുട്ടാണോ? വഴി നിന്ന് മുട്ട തിന്നുന്നു. ഞങ്ങൾ മുട്ട കേടാകാമല്ലോ എന്നോർത്ത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട എല്ലാം പുഴുങ്ങിക്കൊണ്ട് വന്ന് വഴി നിന്ന് മുട്ട തിന്നുന്നു. വേണോ ഗൈസ്? നിങ്ങൾക്ക് വേണോ ഗൈസ്? ഓക്കെ, ഞാൻ കഴിച്ചു. സമയം പോയി. 7:40 ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ്. നാഷണൽ ക്യാമൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ തോന്നുന്നു. പിന്നെ എനിക്ക് വീൽ ചെയർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയത്തില്ല, കിട്ടുമോ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ കുഞ്ഞാവ ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഒക്കെ. ഫസ്റ്റ് ഫ്ലൈറ്റ്. അതെ, കുഞ്ഞാവയുടെ ഫസ്റ്റ് യാത്രയാട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. അപ്പം നാളെ രാവിലെ നെടുമ്പാശ്ശേരിയിലെത്തും. നാളെ രാവിലെ മഴയാണ്. അതെ, പിന്നെ
നൂലുകെട്ടിന്റെ അതെ അതെ നാട്ടിലിങ്ങനെ എല്ലാവരും ആകാംക്ഷ മൂത്തിരിക്കുവാണ് കൊച്ചിനെ കാണാൻ. കഴിക്കട്ടെ, കഴിച്ച് സാൻഡ്വിച്ച് വന്നിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ എന്തൊക്കെ എന്ത് കുടിക്കുക? കോഫി. ഫ്രണ്ട് വെയിറ്റ് ചെയ്യാം. യെസ്, നമ്മളവിടെ ഇവിടെ എത്തിയിരിക്കുവാണ്. നിങ്ങൾ അകത്ത് കയറിട്ട് വേണമെങ്കിൽ ലൈറ്റ് കടത്തിടാം കേട്ടോ. ഇത് വേണ്ട, ഇത് വെച്ചാ ഇത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. നല്ല തിരക്കാണ്. കാർ പാർക്ക് ചെയ്യാൻ പോയേക്കുവാണ്. അത് കഴിയുമ്പം നമ്മൾ ചെക്കിൻ ചെയ്യും. അമ്മ എങ്ങോട്ടാ? ഫസ്റ്റ് ഫ്ലൈ ആണ്. യെസ്, everyone subscribe. हम हिंदी और अंग्रेजी बोल सकते हैं और हम इंग्लिश, मराठी, मलयालम और तमिल भी बोल सकते हैं। आपकी सही कि हम आपको हमारे देश के बाहर निकलने से बिल्कुल पहले आप रक्षा जैकेट में हवा भर लें। यदि आप ओवरविंड ड्रार से भारतीय इमिग्रेशन लॉ के अनुसार ഇന്ത്യയിലെ കാലത്ത് അവളുടെ ഫസ്റ്റ് ഫ്ലൈ ആണത്. അതിന് നമുക്ക് ഇതിൽ നിന്നെന്തോ അവാർഡൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ കേട്ടായിരുന്നു. और विमान के रुकने तक आप अपने स्थान पर बैठे रहें। कृपया എന്താ പറയുന്നത്, ഞങ്ങൾ കൊച്ചി എത്തിയിരിക്കുന്നു. നല്ല മഴയാണ് തോന്നുന്നത്. നല്ല മഴയില്ലെങ്കിലും മഴ പെയ്ത് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകും. ഓക്കെ, വെക്കാവോ? മാറി പറ്റിയല്ല. അപ്പം ഞങ്ങളങ്ങനെ കൊച്ചി എത്തിയിരിക്കുകയാണ്. കൊച്ചി എയർപോർട്ടിൽ അങ്ങനെ ലാൻഡ് ചെയ്തു. ഇനിയിപ്പം പെട്ടെന്ന് വീട്ടിലെത്തണം. അച്ഛനെ കാണണം, പിന്നെ കുഞ്ഞായൊക്കെ അച്ഛനെ കാണണം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അച്ഛൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കുറേ ദിവസം വിളിച്ചുകൊണ്ടിരിക്കുന്നു, വാ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്കെത്താൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. പിന്നെ ഇനിയിപ്പം എന്താ പറയുക, ചായ കുടിക്കണമെന്നുണ്ട്.
അമ്മ ബാഗ് കിട്ടി. അങ്ങനെ ഞങ്ങൾ വെച്ചെത്തി. ഞങ്ങൾ ടാക്സി പോവുകയാണ്. പിന്നെ അവിടെ എഴുന്നേൽക്കുന്ന സമയം കറക്റ്റ് ഇവിടെ തന്നെ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്. അവിടെ ഒരു 2 മണിയാകുമ്പോൾ എന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പം വണ്ടി വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. അതിൻ്റെ മുന്നേ കാട്ടുപിന്നി നമുക്ക് മോരുകറി. അമ്മേ പറ, നമ്മളിവിടെ എത്തിന്ന് പറ. യൂട്യൂബ്